UDF തരംഗം ഉണ്ടെന്നാണ് എല്ലായിടത്തും കേൾക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ലോജിക്കലി നോക്കുമ്പോൾ UDF തരംഗത്തിന് ഒരു സാധ്യതയില്ല. ഒന്നാമത് UDF ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് ഒരു പാർട്ടി എന്ന രീതിയിൽ വളരെ ദുർബലമാണ്. അത് ഏറ്റവും കൂടുതൽ ശക്തമായിരുന്നത് സെൻട്രൽ ട്രാവൻകൂറിൽ തന്നെ. ഇന്നിപ്പോൾ അതിപ്പം പ്രധാനമായിട്ടൊരു ശക്തമായ പ്രസൻസ് നമ്മൾ കാണുന്നത് എറണാകുളം ജില്ലയിൽ മാത്രമാണ്. അത് മധ്യ തിരുവിതാംകൂർ, മധ്യ കേരളത്തിൽ. ബാക്കി സ്ഥലങ്ങളിലെല്ലാം തന്നെ മുമ്പ് ഇവർ ജയിച്ചിരുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ ട്രാവൻകൂറിൽ കേരള കോൺഗ്രസും കൂടി ചേരുമ്പോൾ ഭൂരിപക്ഷം സീറ്റുകൾ അവർ പിടിച്ചെടുക്കും. ജയിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തും തൃശ്ശൂരും സീറ്റുകൾ സിങ് ചെയ്യും. ഇതൊന്നും കഴിഞ്ഞ 2 തവണ സംഭവിച്ചില്ല. അത് LDFന്റെ കൂടെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് UDFന്റെ കൂടെ ഉണ്ടായിരുന്ന മാണി കോൺഗ്രസ് മലയോര മേഖലകളിൽ സെൻട്രൽ ട്രാവൻകൂറിൽ ശക്തമായ സാന്നിധ്യമുള്ള പാർട്ടി ഇപ്പം LDFന്റെ കൂടെയാണ്. അതുപോലെ തന്നെ മലബാറിലെ ചില മേഖലകൾ ഇപ്പം കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോട് പ്ലസ് ദിസ് പ്ലേസ് വടകര ചില പോക്കറ്റുകൾ നല്ല സാന്നിധ്യമുള്ള ജനതാദൾ, വീരന്റെ ജനതാദളിൽ ഇപ്പം LDFന്റെ കൂടെയാണ്. പിന്നെ മുസ്ലിം ലീഗാണ് സത്യത്തിൽ മലബാറിലൊക്കെ UDFന്റെ സീറ്റുകൾ ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരാണ് പണ്ടത്തെ പോലെ ആക്റ്റീവ് അല്ല. ഇപ്പം അവർ CPMനോടൊപ്പം ഭയ എതിർപ്പൊന്നുമില്ല. കാരണം മാത്രമല്ല ഈ ലോക്സഭാ ഇലക്ഷനിൽ UDFന്റെ പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടാമെന്നുള്ള പ്ലാനും അവർക്കുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരത്ര ആക്റ്റീവ്. ഇപ്പം കണ്ണൂർ അവർ തീരെ ആക്റ്റീവ് അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഫാക്ടറുകളെല്ലാം വെച്ച് നോക്കുകയും കഴിഞ്ഞ ആന്റി ഇൻകംബൻസി ഉണ്ട് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. സിദ്ധാർത്ഥന്റെ മരണം, അങ്ങനെ പല ശമ്പളം ഇടയ്ക്ക് കുറച്ച് ദിവസം മുടങ്ങേണ്ട ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആളുകൾ പഞ്ചായത്ത് വൈ ഇലക്ഷനിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ പ്രതികരിച്ചു നോക്കി LDFന് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. കൂടുതൽ സീറ്റുകൾ അവരാണ് നേടിയിട്ടുള്ളത്. UDFന് ചില സീറ്റുകൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ UDF LDFന് സീറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ഇപ്പോഴും LDFന് തന്നെയാണ്. അതാണ് പിണറായി വിജയൻ ഇടയ്ക്കൊരു പ്രസംഗത്തിന് ചോദിച്ചത്, നിങ്ങൾ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചത്. അപ്പൊ LDFനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഒരു കമ്മ്യൂണൽ കൺസോളിഡേഷൻ എങ്ങനെയാണ് UDFന് അനുകൂലമായി നിൽക്കുന്നത്, പൊളിറ്റിക്കൽ വോട്ട് കൊണ്ടാണ് LDF ജയിച്ചിരുന്നത്. ഇപ്പൊ ഈ കമ്മ്യൂണൽ കൺസോളിഡേഷൻ പ്ലസ് പൊളിറ്റിക്കൽ വോട്ട് LDFന് അനുകൂലമാണ്. അതുകൊണ്ട് ഭൂരിഭാഗം മണ്ഡലങ്ങളും LDF തൂത്തുവാനാണ് സാധ്യത. 2 മണ്ഡലങ്ങൾ BJP ജയിക്കും. അതിൽ UDF ജയിക്കാൻ സാധ്യതയുള്ള ഒന്ന് മലപ്പുറം മണ്ഡലമാണ്, ഒന്ന് എറണാകുളമാണ്, ഒന്ന് ചാലക്കുടി മണ്ഡലമാണ്, ഒന്ന് കോട്ടയമാണ്, ഒന്ന് പ്രേമേന്ദ്രനാണ്. ഈ പെട്ടെന്നൊരു ഓർമ്മയിൽ ഇത്രയും മണ്ഡലങ്ങളാണ് ഞാൻ UDFന് ഒരു സാധ്യത കാണുന്ന മണ്ഡലങ്ങൾ. അപ്പം തന്നെ ഒരു 4-5 മണ്ഡലങ്ങൾ മാത്രമായിട്ട് UDF ഒതുങ്ങിപ്പോകാനാണ് സാധ്യത. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിന്റെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, പല സമയങ്ങളിലും കേരളത്തിൽ ഒരേ സമയം അസംബ്ലി ഇലക്ഷൻ നടന്ന സമയത്ത് ലോക്സഭയിലേക്ക് ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും, നിയമസഭയിലെ ആളുകൾ CPMന് വോട്ട് ചെയ്യുകയും ചെയ്തു. അത് കാരണം എന്ന് വെച്ചാൽ LDFന് CPMമാർക്ക് ഡൽഹി പോലൊന്നും ചെയ്യാനില്ല, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇന്നിപ്പോൾ അത് മാറി. ഭരിക്കാനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ലാന്ന് ഈ ഇലക്ഷൻ വളരെ കൃത്യമാണ്. മോഡി തിരിച്ചു വരും എന്നുള്ളത്. പിന്നെയുള്ള പ്രശ്നം അവിടെ പോയി നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന MPമാരാണ് ആരാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് MPമാരിൽ ഈ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും ആരും അങ്ങനെ കാര്യമായി പെർഫോം ചെയ്തിട്ടില്ല. പെർഫോം ചെയ്തിട്ടുള്ള ഒരാൾ ഈ പറയുന്ന പ്രേമചന്ദ്രൻ നന്നായി പെർഫോം ചെയ്യുകയുണ്ടായി. അപ്പം LDFന്റെ ആണെങ്കിൽ കുറച്ച് നന്നായി സംസാരിക്കുന്ന വളരെ വോക്കലായിട്ടുള്ള ആളുകളാണ്. അതായത് തോമസ് ഐസക് ഉണ്ട്, പിന്നെ അതുപോലെ വിജയരാഘവൻ ഇടപെട്ട് സംസാരിക്കുന്നതിൽ മിടുക്കനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ശൈല ടീച്ചറാണ് ഒരു നാഷണൽ ഫിഗർ എന്ന രീതിയിൽ ഇമ്പോർട്ടൻസ് അവർക്കുണ്ട്. പിന്നെ ഇവരൊക്കെ തന്നെ വലിയ ഇംഗ്ലീഷ് ശശി തരൂരിനെ പറയില്ലെങ്കിലും മനുഷ്യൻ മനസ്സിലാവുന്ന ഇംഗ്ലീഷ് പറയുന്ന ആളുകളാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ UDFനേക്കാളും മേൽക്കൈ LDFന് തന്നെയാണ്. കാരണം കേന്ദ്രത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെ അധികാരത്തിൽ വരാമ്പോൾ മാത്രമേ അഡ്വാൻറ്റേജ് ഇപ്പം കോൺഗ്രസിന് ഇല്ല. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഈ BJPക്കാര് കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഒന്നും അല്ലാതാക്കാൻ വേണ്ടി അവർ വോട്ട് LDFന് ചെയ്യും സാധ്യതയുണ്ട് ഇപ്പൊ. കാരണം അവരുടെ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇപ്പൊ തൃശ്ശൂർ, തിരുവനന്തപുരം അവിടെ അവരുടെ വോട്ടുകൾ അവർ ഗ്രൂപ്പുകളിൽ കളിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് അവരുടെ വെട്ടി തന്നെ വീഴും. കാരണം എസ്പെഷ്യലി തിരുവനന്തപുരവും പിന്നെ തൃശ്ശൂർ. അപ്പൊ മറ്റു സ്ഥലങ്ങളിൽ ക്ലാസ് മണ്ഡലങ്ങൾ എല്ലാ സ്ഥലത്ത് BJPക്കാർ കോൺഗ്രസിന് വോട്ട് വയ്ക്കാൻ വേണ്ടി ഇപ്പൊ CPMമാർ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അവര് LDFന് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സാഹചര്യം എന്തിനാണ്? മുമ്പാണെങ്കിൽ ഈ BJPയുടെ വോട്ട് കോൺഗ്രസ് വിലക്കെടുത്തിരുന്നു. അതിപ്പം മഹാരാജയൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതില്ല. അപ്പൊ അവർക്ക് തന്നെ വോട്ട് വെക്കേണ്ട ആവശ്യമില്ല. അവർ പല സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശേഷിയായി, മാത്രമല്ല കോൺഗ്രസിനെ തകർത്താൽ അവർക്ക് വളരാൻ പറ്റും എന്നുള്ള ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് CPMമായിട്ടുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ അവർ ഏതാണ്ടൊക്കെ അവർ സോൾവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അവർ രാഷ്ട്രീയ സംഘർഷങ്ങളോട്ട് പൊളിറ്റിക്കലായി പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിൽ ടാക്ടിക്കലായിട്ടാണ് അവരുടെ മുമ്പ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭൗതികമായ സാഹചര്യം ഇതാണ്. ഇതിന്റെ പുറത്ത് ആളുകൾ ഇനിയിപ്പോൾ
സിദ്ധാർത്ഥിന്റെ വിഷയം എല്ലാവരുടെയും വിഷയമായിട്ട് ഏറ്റെടുത്തിട്ട് ഒരു ഇമോഷണൽ വിഷയമായിട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചില സമയത്തുള്ള പ്രതികരണങ്ങൾ ആളുകളെ വെറുപ്പിക്കുന്നുണ്ട്. അത് അതൊരു വലിയ വിഷയമായി കണ്ട ആളുകൾ വോട്ട് നമുക്ക് ഈ പറഞ്ഞ ഫാക്ടേഴ്സും ബാധിക്കില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് സാധ്യതയില്ല എന്നാണ്. മുമ്പാക്കാണെങ്കിൽ മലയാളി ഓരോരുത്തരും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മേടിച്ച് തിരിച്ച് അവർക്ക് വോട്ട് ചെയ്യായിരുന്നു. മലയാളി പൊളിറ്റിക്കലായും പ്രബുദ്ധനായി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോഴത്തെ മലയാളി അങ്ങനെയൊന്നല്ല. ഇപ്പോഴത്തെ മലയാളി നന്ദിയുള്ളവനാണ്. ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളും നന്ദി കാണിക്കുന്ന, തമിഴിനെക്കാട്ടും നന്ദി കാണിക്കുന്ന ആളുകൾ. മലയാളിക്ക് മനസ്സിലായി തമിഴ് എന്തുകൊണ്ട് ഇഷ്ടംപോലെ അരിയും കളർ ടി വി ഒക്കെ കിട്ടുന്നു. അവരെ കൃത്യമായിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് അത് കൊടുത്ത ആളുകൾക്ക് വോട്ട് ചെയ്യും. മലയാളിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ മലയാളി ഇതൊക്കെ മേടിച്ചിട്ട് ഓപ്പോസിറ്റ് വെറുതെ തമാശിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മിറ്റ്മെന്റിന്റെ പുറത്തൊക്കെ വോട്ട് ചെയ്ത് കളയും. പക്ഷെ ഇപ്പം മലയാളി കഴിഞ്ഞ നിയമസഭ പഞ്ചായത്ത് ഇലക്ഷൻ കൂടി നമുക്ക് മനസ്സിലായി മലയാളി എന്തെങ്കിലും അങ്ങോട്ട് ചെയ്താൽ അതിന് നന്ദി കാണിക്കുന്ന ആളുകളാണ്, പെർഫോമൻസിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ LDF-ന് അനുകൂലമാണ്. ഇപ്പം പ്രതിപക്ഷത്ത് മലയാളി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ പിണറായി വിജയന്റെ സ്ഥാനത്ത് UDF എന്തായിരിക്കും സ്ഥിതി? ഒരു കോവിഡ് വന്നു, ഒരു നിപ്പ വന്നു, തീരുമാനം എടുക്കാൻ വേണ്ടി 4 മന്ത്രിമാര് 4 വിമാനം കയറി ഡൽഹിക്ക് പോകുന്ന അവസ്ഥ. പിന്നെ ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ കോവിഡും നിപ്പയും ബാധിച്ച ആളുകൾ മരിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവരുടെ ഏറ്റവും ശക്തനായ നേതാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറഞ്ഞതിനപ്പം വേറൊരു വാക്കുമില്ല. ആ രീതിയിൽ ഒരു സിംഗിൾ ലീഡർഷിപ്പിന്റെ അണ്ടറിൽ ശക്തമായ ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കേരള മോഡലായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നൽകുന്ന ഈ ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായത് ഉരുണ്ടുകൂടിയ കാര്യമാണ്. അതിൽ കിഫ്ബി ആയിട്ട് ബന്ധപ്പെട്ട ഐസക്കിന് ചില അബദ്ധങ്ങൾ പറ്റിയെന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിൽ പോലും അതൊരു വളരെ കാലമായി നിലനിൽക്കുന്ന, ഇപ്പം മേരി ടീച്ചർ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ആ സമയത്ത് ഈ പുതിയ ഫണ്ട് വിനിയോഗം കുറച്ചും കൂടി നിയന്ത്രിച്ചിട്ട് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത് അത് ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഐസക്കിന് പറ്റിയൊരു അബദ്ധം. അതായത് ഞാൻ ആ വിഷയത്തിന് ഇനി കടക്കുന്നില്ല. അതർവൈസ് LDF-ന് എതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. UDF വന്നാലും ഇതിലും ഭീകരമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ഒരു വിധത്തിൽ അത് ഹാൻഡിൽ ചെയ്ത് പോവുകയാണ്. ഇതുവരെ കഴിഞ്ഞ ദിവസം ശമ്പളം 1-2 ദിവസം വൈകുന്നല്ലാതെ കിട്ടാത്തൊരവസ്ഥ വന്നിട്ടല്ലോ. ഇത്രയും പരിതാപകരമായ അവസ്ഥ നിൽക്കും. മാത്രമല്ല കേസുകൾ നല്ല രീതിയിൽ നടത്തുന്നത്. ആ കാര്യത്തിൽ മറ്റു താല്പര്യങ്ങളൊന്നും കടന്നു വരുന്നില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്, ഭൗതികമായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്.